ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ പൊന്നു അനുധനി ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കറിയാണ് ഗൈസ്. ഇന്ന് ഞണ്ട് കറിയാണ് ഗൈസ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാൽ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, അമ്മ ഞണ്ട് കറി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അമ്മ നല്ല സ്പെഷ്യൽ ഞണ്ട് കറിയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഞണ്ട് കറി വെക്കാം. ഞണ്ട് കറി വെക്കാനായിട്ട് ഞാൻ ഇപ്പോൾ തേങ്ങ അരച്ചാണ് ഈ ഞണ്ട് കറി വെക്കുന്നത്. തേങ്ങായും പെരിഞ്ചീരകവും അരച്ചാണ്. ഞണ്ട് റോസ്റ്റ് വെക്കാം, പലതരത്തിൽ ഞണ്ട് കറി വെക്കാം. ഇപ്പം ഞാൻ തേങ്ങ അരച്ചാണ് ഞണ്ട് കറി വെക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ കൊച്ചുള്ളി പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഞണ്ടേ ഞാൻ മേടിച്ചുള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങ മതി. ഞാൻ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒത്തിരി തേങ്ങയുടെ ആവശ്യമില്ല. ഞാൻ കുറച്ച് തേങ്ങ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കുറേ ശകലം മതി, ലേശം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടി, ഇതിലേക്ക് വേണ്ട മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കുറച്ച് മതി, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ അധികം വേണ്ട, ഇത് റോസ്റ്റ് ആണെങ്കിൽ മതിയല്ലോ ഒത്തിരി ഇഞ്ചി. അപ്പം ഇത് നമ്മൾ ചെറിയൊരു ഇഞ്ചിയുടെ ടേസ്റ്റിന് വേണ്ടി ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ, ഒരു നുള്ളു മതി, ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിത് ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചിട്ട് വരാവേ. അപ്പം ഞാൻ നന്നായിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടപ്പിലോട്ട് വെച്ച് ഗ്യാസ് കത്തിച്ച് കൊടുക്കാവേ. ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. കത്തിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തെടുക്കാം. അപ്പം ഗൈസ്, ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം ആ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുവൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പം കടുവ എല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവേ. രണ്ട് വറ്റൽമുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് തക്കാളി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാവേ. ഇതൊന്ന് വഴണ്ട് വരണം. ഈ തക്കാളി ഒന്ന് ഈ എണ്ണയിലിട്ട് ഒന്ന് കുഴമ്പ് വരുവായി വരണം. ഈ തക്കാളി ഒന്ന് വെന്തുടയണം. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയട്ടെ. അപ്പോൾ തക്കാളി പെട്ടെന്ന് വെന്തുടയാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഏറെ ഉപ്പ് ചേർത്താലും നമുക്ക് കറിയിലേക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പാവുമല്ലോ. ഞാൻ ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം തക്കാളി ഒരുമാതിരി ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ എണ്ണയിൽ കിടന്ന് ഇതിൻ്റെ തക്കാളിയുടെ ആ പച്ച
രുചിയെല്ലാം മാറി കിട്ടും. കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ശകലം വെള്ളവും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. അപ്പം ഇതൊന്ന് നന്നായിട്ട് ഇനി തിളച്ച് വരട്ടെ. ഇപ്പം ഗൈസ് നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിളച്ചോട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മളിതിൽ തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പെരുംജീരകം ചേർത്തേക്കുന്നതുകൊണ്ട് നമുക്ക് അധികം പുളിയുടെ ആവശ്യമില്ല ഇതിനകത്തേക്ക്. അപ്പോൾ ചെറിയ പുളി മതി. അപ്പോൾ നമ്മൾ 2 തക്കാളിയായിരുന്നു ഇത് ചേർത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ പുളി ധാരാളം മതിയേ. അപ്പോൾ ഇപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പൊന്നു ഇത് കഴിക്കത്തില്ല ഗൈസ്. അപ്പോൾ അവളാണെങ്കിൽ ഞണ്ട് അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മേടിച്ച്. ഇവിടെ അധികം ആർക്കും വേണ്ട. അപ്പോൾ തനു ആണെങ്കിലും കൂട്ടുപോകുന്ന അധികം അറിയത്തില്ല. അവളങ്ങനെ കഴിച്ചിട്ടൊന്നും ഇല്ല ഇത്. അപ്പോൾ ഈ കറി വെക്കുന്ന മണം കേട്ടപ്പോൾ പൊന്നുവിന് വേണം കേട്ടോ, ഒരു പീസ് ഒന്ന് തരണേന്ന്. അപ്പോൾ ഞാൻ ഇനി അവക്കായിട്ട് ചുമന്ന കോര മേടിച്ചായിരുന്നു നമ്മൾ. ഇനി അത് മാങ്ങ ഇട്ട് പച്ചക്കറി വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഞണ്ട് കുട്ടന്മാരെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഞണ്ട് കുട്ടന്മാരെ ഇതിലോട്ട് പെറുക്കിയിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നാണേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളിതിലോട്ട് നമ്മുടെ ഞണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞണ്ടിനകത്ത് പൊതുവേ വെള്ളമുണ്ട്. അപ്പം നമുക്കിപ്പോൾ നമ്മളിങ്ങനെ ഇതൊരു കുറുക പരുവത്തിന് കണ്ടാലും ഇതൊന്നുകൂടെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതൊന്നുകൂടെ ലൂസാവും. നമുക്ക് ഇത്രയും വെള്ളം മതി. അപ്പം നമ്മുടെ ഞണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചൊക്കെ വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിനകത്ത് ഉപ്പ് നോക്കാം. ഞാൻ അടപ്പ് വെച്ച് ഇത് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ പൊന്നൂനുള്ള ചുമന്ന കോര മാങ്ങ ഇട്ട് കറി വെക്കട്ടെ. അപ്പോൾ ഗൈസ് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ. നന്നായിട്ടിത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ് വെള്ളം ഇറങ്ങുമെന്ന്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഞണ്ടിനൊന്നും പൊതുവേ വലിയ വേവില്ല. നമുക്ക് അധികം ഇതിന് വേവിൻ്റെ ആവശ്യമില്ല. ഒന്നുകൂടെ ഒന്ന് കുറുക പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങിയെടുക്കാം. ഇപ്പം നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാവേ. ഉപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു വീണ്ടും ഉപ്പിടേണ്ട ഒരാവശ്യമില്ല. അപ്പം ഉപ്പൊക്കെ ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഒന്നുകൂടെ നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പൊന്നൂനുള്ള ചുമന്ന കോര മാങ്ങ ഇട്ട് കറി വെച്ചതും കൂടെ വെക്കാം. ഇതിനായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം ഇതിലോട്ട് ഒഴിച്ചതാണ് അരച്ചെടുക്കാനായിട്ട്. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കരുതിയേ അതുകൂടെ വീഡിയോ എടുക്കാമെന്ന്. ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് ഇതിലോട്ട് വേണ്ടത് ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചുമന്നുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. അപ്പം മീൻ കറി വെക്കുന്നതിലേക്ക് ഞാൻ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് 2-3 പച്ചമുളക് ഇതിലേക്ക് കീറി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ
അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തിട്ട് ഇതിലേക്ക് അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഉലുവാപ്പൊടി മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ച് തന്നെ. കുറച്ച് മീനേ എടുത്തിട്ടുള്ളൂ കേട്ടോ, അതാണ് കുറച്ച് അരപ്പും ഒക്കെ എടുത്തേക്കുന്നത്. കുറച്ച് ഇവക്ക് പൊന്നൂന് വേണ്ടി മാത്രമേ ഞാൻ ചുമന്ന കോര കറി വെക്കാൻ എടുത്തിട്ടുള്ളൂ. ഇച്ചിരി കൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മീൻ വേവാൻ ആവശ്യത്തിന്. അതിലേക്ക് നമുക്ക് നമ്മുടെ മീന് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഗ്യാസ് ഓണാക്കുക. ഇപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. അതിലിട്ട് നമ്മുടെ ഈ മീനെടുത്ത് വെക്കുക. ഒന്ന് തിളച്ചൊക്കെ വരട്ടെ. നന്നായിട്ട് ഇനി തിളച്ച് വരട്ടെ. ഇത് സിമ്പിൾ ആണെങ്കിൽ നല്ല ടേസ്റ്റുള്ള മീൻ കറി കേട്ടോ, മാങ്ങയിട്ട് വെക്കുന്നതുകൊണ്ട്. അപ്പോൾ ഗായ്സ്, ഇത് നമുക്ക് ഈ ഞണ്ട് കറി എന്തായെന്നൊന്ന് നോക്കാവേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഇത് അടപ്പൊന്ന് മാറ്റി നോക്കാം. സെറ്റായിട്ടുണ്ട് ഗായ്സ്, സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പരുവമായിട്ടുണ്ട്. അരപ്പൊക്കെ ഇതിലോട്ട് പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഞണ്ട് കറി നല്ല സൂപ്പർ ടേസ്റ്റി ഞണ്ട് കറിയാണ്. വേണ്ടാന്ന് പറഞ്ഞവരുടെ എല്ലാം വായിക്കൂടെ വെള്ളം വരുന്നു ഗൈസ്. വേണ്ടാന്ന് പറഞ്ഞവരുടെ എല്ലാം വായിക്കൂടെ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഞണ്ട് കറി കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ചോറ് റെഡി ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് കാണിക്കാവേ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് കുഴമ്പ് വരുവാവട്ടെ. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ ഗൈസ്. ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഇപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ നിന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ വേറെന്തെങ്കിലും കറിയൊക്കെ ഒന്ന് വെച്ചിട്ട് വരാം ഗൈസ്. ഇതപ്പോൾ ഇവിടെ നിന്ന് ചെറിയ തീയിൽ ഇവിടെ നിന്ന് പറ്റട്ടെ. ഞാൻ അടുത്ത കറിയൊക്കെ വെച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ മാങ്ങ ഇട്ട നല്ല ചുമന്ന കോരക്കറി വെച്ച് നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റി മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ തന്നതായിരുന്നു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വഴുതനങ്ങ തന്നത്. പെട്ടെന്ന് നമ്മളൊരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടാനായിട്ട് പെട്ടെന്ന് വെച്ചേക്കും ഉച്ചക്കത്തേക്ക്. കുറേ വഴുതനങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് എല്ലാം കൂടെ പന്നലായി പോത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇച്ചിരി മെഴുക്ക് പുരട്ടാവുന്ന. ഇനിയും നമുക്ക് ഫുഡ് വിളമ്പുമ്പോഴത്തേക്ക് കാണാവേ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ചോറ് വിളമ്പാം. ഇതിലേക്ക് നമുക്ക് ചോറ് വിളമ്പാം.
വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, മാങ്ങാക്കറിയാണ്, നമ്മുടെ ഞണ്ട് കറിയാണ്, ഇതാണ് നമ്മുടെ കറി. ഗൈസ് അമ്മ മീൻകറി പാത്രത്തിലാണ് കൊടുത്തത്. അപ്പം തിന്നാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോഴത്തേനും ബൈ. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പോഴത്തേനും ബൈ.